സാക്ഷ്യം നൽകുന്നു ഷിജി ജോയി. എൻ്റെ പേര് ഷിജി ജോയ്. പറഞ്ഞോ ഷിജി, പറഞ്ഞോ. മർത്താക്കര വീട്. ഷിജിയുടെ വീട് മരത്താക്കരയാണ്. ഞാൻ പറയാം, പറഞ്ഞു ഷിജി പറയും. ഷിജിയുടെ ഏക മകൻ ജോയേൽ ജെറുസലേം വചന കൂടാരത്തിലെ ആദ്യത്തെ ബാച്ചിലെ മകനാണ്. 23-ാമത്തെ വയസ്സിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പെട്ട് മരിക്കുകയാണ്. 23 വയസ്സ് വരെ ഒരേ ഒരു മകൻ, പിന്നെ കുടുംബത്തെ മക്കളില്ല. പിന്നെ എന്തുണ്ടായി ഷിജി പറയും. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് വീട് മുഴുവൻ കരച്ചിലാണ്. പക്ഷേ ഷിജിയും ജോയും മാത്രം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഞാൻ കണ്ടായിരുന്നു. അത് മനസ്സംയമനം കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവരും കരയുമ്പോൾ എന്താ ഇവർ മാത്രം ഇങ്ങനെ പ്രാർത്ഥിക്കണേ? എനിക്ക് അതിശയമായിരുന്നു. തീർച്ചയായിട്ടും അവിടെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. അവിടെ പറഞ്ഞു, 1 വർഷം കഴിഞ്ഞു, കുർബാനയ്ക്ക് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കുഞ്ഞ് വേണ്ടേ? എവിടെ അച്ഛാ, ഇത്രയും കാലം കഴിഞ്ഞ ആൾക്ക് കുഞ്ഞുണ്ടാവോ? ഞാൻ പറഞ്ഞു, ഞാനൊരു ഡോക്ടർ പറഞ്ഞു തരാം. ഡോക്ടറെ അടുത്തേക്ക് പോയി, കുഴിക്കാട്ടിശ്ശേരിയുള്ള ഫിൻഡോ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ 2 മിഠായി ആശ്വസിച്ച് കൊടുത്തു. ഷിജി ജോയി 2 പേരും മിഠായി കഴിച്ച് ചെല്ല്, ഡോക്ടർ എന്താ പറയണമെന്ന് കേൾക്കട്ടെ. ഡോക്ടർ അവിടെ ചെന്നു പറഞ്ഞു, അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേറെ വിരോധങ്ങളൊന്നുമില്ല. വീണ്ടും ഓപ്പൺ ചെയ്തു. ഇല്ല, ഞാൻ പ്രസവം നിർത്തിണ്ടായിരുന്നില്ല. മോനെ വലിയ ആഗ്രഹം, ഒരു ഉണ്ണി ഉണ്ടാവണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഇത് പ്രസവം നിർത്തിയിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അണ്ടത്തിന് കുറച്ച് ഇതുണ്ടായിരുന്നു, അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ ഇപ്പം പ്രസവിച്ചു. അപ്പോൾ ഒന്ന് നോക്കിയാൽ 23 വർഷക്കാലം മകനൊരു കുഞ്ഞിനെ വേണം, ഒരു അനുജനോ അനുജത്തിയോ വേണമെന്ന് പറഞ്ഞിട്ട് അന്നൊന്നും ഷിജിക്കാനും മനസ്സുണ്ടായില്ല. പക്ഷേ ഏക മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ അവർ കർത്താവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ ഷിജി വീണ്ടും ഗർഭിണിയായി സമയത്തിൻ്റെ പൂർണ്ണതയിൽ പ്രസവിച്ചു. പാലയൂർ കൊണ്ടുപോയി പ്രത്യേകമായി അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് മാമോദീസ നൽകി. അതിന് ശേഷം മരുത്താക്കരയിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇതാണ് അച്ഛാ ആ കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ പേരാണ് ഫൗസ്റ്റീന. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. 26 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ, എത്ര വർഷമാണ്? ഇങ്ങോട്ട് കൊണ്ട 26 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ടാണ് ഷിജി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് 33 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ദമ്പതികൾക്ക് 2 കുഞ്ഞുങ്ങളെ നൽകിയതാണ്. അതിനുശേഷം 26 വർഷങ്ങൾക്ക് ശേഷം അവൾ വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്ക് കർത്താവ് നൽകിയ സ്നേഹ സമ്മാനമാണ് പള്ളിയിൽ ആനി എന്നും വിളിപ്പേര് ഫൗസ്റ്റീന എന്നും ഇട്ടിരിക്കുന്ന ഈ കൊച്ചുമോള്. ഒന്ന് കരങ്ങൾ ഉയർത്തിയടിച്ച് പാട്ടുപാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, തിരുവചനത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, തിരുവചനത്തിൽ ജീവിക്കുന്നു. തിരുവചനത്തിൽ ജീവിക്കുന്നു, ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്നു. തിരുവചനത്തിൽ ജീവിക്കുന്നു. ജെറുസലേം വചന കൂടാരം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ,
എൻ്റെ മകളുടെ ഗർഭപാത്രത്തിന് പല കുറവുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിന് കുറവില്ലല്ലോ. ഒരു വർഷം എൻ്റെ മകൾക്ക് അമ്മയുടെ ഗർഭപാത്രം തായോ ഒരു കുഞ്ഞുമായി സാക്ഷി നൽകാൻ. പിന്നത്തെ വർഷം ആ അമ്മ ഈ അൾത്താരിൽ വന്ന് സാക്ഷ്യം പറഞ്ഞാണ്. ഒന്ന് കൈയടിച്ച് കത്തോളം നന്ദി പറഞ്ഞ്. 3020-ലധികം കുഞ്ഞുങ്ങളെ ഇപ്പം എടുത്തില്ലേ? ആ കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത, ആ കുഞ്ഞുങ്ങളുടെ വിശുദ്ധി, ആ കുഞ്ഞുങ്ങളുടെ വിശ്വാസം എനിക്കും പകരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ചെറിയ മുത്തം ഫൗസ്റ്റീനയുടെ നെറ്റിത്തടത്തിൽ ഞാൻ നൽകിയത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ വലിയതായ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. നമ്മൾ എഴുന്നേറ്റാലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് കടന്നു വരിക.